അപ്പോൾ ഇങ്ങനെയാ ഇന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ തക്കാളി നന്നായിട്ട് പ്രിസർവ് ചെയ്യുന്ന ഒലിവ് ഓയിലിനകത്തും ഓറിഗാനോയ്ക്കകത്തും ഇട്ട് നമ്മളത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിനകത്താണ് ഒഴിച്ചു വെക്കുന്നത്. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണക്കിയെടുത്താണ്, നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത തക്കാളിയാണ്. ഇവനെ നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്യുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. നന്നായിട്ട് കഴുകി വാരിയ തക്കാളി എടുക്കുക, അതിനെ 1/4 എന്ന രീതിയിൽ ഇച്ചിരി കട്ടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. എന്ന് ഞാനത് റൗണ്ടിലാണ് മുറിച്ച്, എന്നിട്ട് അതിന് മുകളിലോട്ട് അത്യാവശ്യത്തിന് കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ അവനെ വിരിച്ച് അന്നേരം വെയിലത്തോട്ട് വെക്കുക. ഏകദേശം ഒരു 3-4 ഉണക്ക് കഴിയുമ്പോൾ ഈ ഷേപ്പ് കിട്ടും. അതിനുശേഷം ഒരു 6 ഉണക്ക് കഴിഞ്ഞാൽ നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും. ഇതുപോലെ ഇരിക്കും, ഫുള്ള് ജലാംശം പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ തക്കാളി എടുക്കുക, എന്നിട്ട് നമ്മൾ നന്നായിട്ട് വൃത്തി ക്ലീനായി ചില്ലുപ്പിക്കാത്ത ജലാംശം തുള്ളി പോലും പാടില്ല. ഈ ഡ്രൈ തക്കാളിയുടെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനായിട്ട് ഒറിഗാനോ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലോട്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിക്കുക. ഇങ്ങനെ ചില്ലുകുപ്പിക്കകത്ത് ഇട്ട് വെച്ച ഡ്രൈഡ് തക്കാളി, പ്രിസർവ് ചെയ്ത തക്കാളി നമുക്കൊരു മിനിമം ഒരു 6 മാസം വരെ ഇങ്ങനെ റൂം ടെമ്പറേച്ചർ സൂക്ഷിക്കാം. തക്കാളി ഉണക്കി ഒലിവ് ഓയിലിനകത്ത് ഒറിഗാനോ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പം കുറച്ചെടുക്കുക, അതിൻ്റെ ചമ്മന്തി അരയ്ക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.